ഹലോ എവ്രി വൺ, അഡ്വക്കേറ്റ് രജി മനോജ്. 10-21 വയസ്സായി. എന്നിട്ടും പഠിത്തം കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടി, ജോലിക്ക് പോകുന്നില്ല. ജോലിക്ക് പോവാതെ ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഒരു ഭാരമായിട്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും ആൺപിള്ളേർ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ പിള്ളേർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് അച്ഛന് എനിക്ക് എൻ്റെ ചെലവ് നടത്തിക്കൂടാ എന്ന ചോദ്യം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് ഈ പറയുന്ന ആൺപിള്ളേരോട്, നാണമില്ലേ നിങ്ങൾക്ക്? 21 വയസ്സായി, ഡിഗ്രിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. 21, 22 എത്ര ആയിക്കോട്ടെ, പഠിത്തം കഴിഞ്ഞു. പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കണ്ടുപിടിക്കാതെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് ഉറങ്ങി തിന്നും ഇരുന്നിട്ട് അച്ഛനും അമ്മയും ഇപ്പോഴും ചെലവിന് തരണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണിത്? ഇതിനകത്ത് ലീഗലി ഒരു ലോയും ഇല്ല നിങ്ങൾക്ക് ഫേവർ ചെയ്യാനായിട്ട്, മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, എന്നോട് കുറച്ച് പേര് ചോദിച്ച ചോദ്യമാണ്, ഞാൻ അതിനാണ് ഈ ഉത്തരം തരുന്നത്. 18 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വെൻ യു ആർ എ മേജർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്ക് നിങ്ങളുടെ ചിലവ് നോക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. 10-21 വയസ്സ് വരെ, അല്ലെങ്കിൽ 22 വയസ്സ് വരെ, 25 വയസ്സ് വരെയോ അച്ഛനും അമ്മയും ഇത് തരുന്നുണ്ടെങ്കിൽ അവരുടെ കൈയും കാലും കഴുകിയ വെള്ളം നിങ്ങൾ കുടിക്കണം. അവരുടെ മക്കളാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. മൈനർ ആണെങ്കിൽ നോക്കണം, മേജർ ആയി കഴിഞ്ഞാൽ നോക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ പാരൻസ് എല്ലാവരും നോക്കുന്നുണ്ട്, അത് അവരുടെ നന്മ. അതിനെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പം ഡിഗ്രിയും കഴിഞ്ഞു, പഠിത്തവും കഴിഞ്ഞു, എന്നിട്ട് വീട്ടിൽ കുത്തിയിരുന്നിട്ട് ടി വിയും കാണും, ഫുഡും കഴിക്കുക, വയറും നിറയുക, എന്നിട്ട് കുറേ ജിമ്മിൽ പോയിട്ട് തടിയൊക്കെ കുറയ്ക്കുക. എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ആൺപിള്ളേരായി കഴിഞ്ഞാലേ കുറച്ച് ജോലി ചെയ്യണം, മെനക്കെടണം, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം തന്നെ ചെയ്യണം, അല്ലാണ്ട് അച്ഛൻ്റെ പുറകെ നടക്കണ്ട. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മെയിൻ്റനൻസ് വാങ്ങിക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നോളൂ. അങ്ങനൊരു നിയമം ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ബോയ്സ്, കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, റിപ്ലൈ തരും ഷുവറായിട്ടും. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.